എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രായഭേദമന്യേ പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് അകാലനരയും അമിതമായ മുടി കൊഴിച്ചിലും. മാനസിക സമ്മർദ്ദം, പോഷകാഹാരക്കുറവ്, അതുപോലെ അന്തരീക്ഷ മലിനീകരണം ഒക്കെ മുടിയുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പല കെമിക്കൽ അടങ്ങിയ ഡൈകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായി മുടിയെ കറുപ്പിക്കാൻ പറ്റുമെങ്കിലും അത് മുടിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെർമനന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ മുടി കറുപ്പിച്ചെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ്, നെയ്യൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ കുറച്ചധികം സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനൊരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി 2 ഗ്രാമ്പു ഇതുപോലെ ഇട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ. അടുത്തതായിട്ട് മുട്ട നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ മുട്ട പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ തോട് ഇതുപോലെ ഇട്ട് കൊടുത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ മുട്ടയൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് പാത്രങ്ങളിൽ കറ പിടിക്കാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ മുട്ട പുഴുങ്ങിയെടുത്താൽ ഒട്ടും തന്നെ തോട് പൊട്ടിപ്പോകാതെ കിട്ടുന്നതുമാണ്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത ടിപ്പിനായിട്ട് ഇവിടെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഓറഞ്ചിൻ്റെ തൊലി. വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ ധാരാളമായിട്ടുണ്ട്. അത് ചർമ്മ സംരക്ഷണത്തിനും മുഖക്കുരുവ്, കറുത്ത പാടുകൾ ഇവയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ചർമ്മത്തിന് നല്ലൊരു തിളക്കം നൽകാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മുടിയുടെ വേരുകൾക്ക് കരുത്ത് നൽകി മുടി കൊഴിച്ചിൽ തടയാനും സഹായിക്കുന്നു. ഇതുപോലെ വെള്ളം തിളപ്പിച്ച് തണുത്തതിന് ശേഷം നമുക്ക് തലയോട്ടിയിലും മുടിയിലും ഒക്കെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മുടിക്ക് നല്ലൊരു തിളക്കവും കിട്ടുന്നതാണ്. അതുപോലെ അടുക്കളയിൽ ഉണ്ടാകുന്ന സ്മെല്ലൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഗ്യാസ് സ്റ്റൗവ്, കണ്ണാടി ഇവയ്ക്കൊക്കെ നല്ല തിളക്കം കിട്ടാൻ ഈ വെള്ളം ഉപയോഗിച്ച് തുടച്ചാൽ മതി. അതുപോലെ ഫ്രിഡ്ജ്, മൈക്രോവേവ് ഓവനൊക്കെ ക്ലീൻ ചെയ്യാനും ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് വെണ്ടയ്ക്കയുടെ ഞെട്ടാണ് കേട്ടോ. വെണ്ടയ്ക്കയുടെ ഞെട്ട് നമ്മൾ വെണ്ടയ്ക്ക കട്ട് ചെയ്തതിന് ശേഷം വെറുതെ കളയണ്ട. ഇതുപോലെ നമുക്ക് പല യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. വെണ്ടയ്ക്ക മുടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്, എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. വൈറ്റമിൻ എ, സി, കെ, നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ കൊണ്ട് സമ്പുഷ്ടമായ ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക. മുടി കൊഴിച്ചിൽ തടയാനും മുടിക്ക് തിളക്കവും മൃദുത്വവും നൽകാനും വെണ്ടയ്ക്ക സഹായിക്കുന്നതാണ്. നാച്ചുറൽ കണ്ടീഷണർ എന്നാണ് വെണ്ടയ്ക്ക പൊതുവെ അറിയപ്പെടുന്നത്. വെണ്ടയ്ക്കയിലുള്ള വഴുവഴുപ്പ് ജെല്ല് ഒരു മികച്ച കണ്ടീഷണറായി പ്രവർത്തിക്കുന്നതുകൊണ്ട് മുടി നല്ല മൃദുത്വമായിട്ട് ഒതുക്കമുള്ളതായി കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെണ്ടയ്ക്കയിൽ ധാരാളം വൈറ്റമിനുകളും മിനറലുകളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മുടിയുടെ പിഗ്മെന്റേഷൻ നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് അകാലനരയെ കുറയ്ക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉണക്ക നെല്ലിക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നതുമാണ്. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ താരൻ, മുടി കൊഴിച്ചിൽ, അകാലനര ഇവയൊക്കെ മാറിയിട്ട് മുടി നല്ലപോലെ കട്ടിക്ക് നല്ല കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത്, മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെണ്ടയ്ക്ക അരച്ച് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന വെണ്ടയ്ക്കയുടെ ഞെട്ട് എടുത്തിട്ട് ഇതുപോലെ കഞ്ഞിവെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. കഞ്ഞിവെള്ളത്തിന് പകരം നിങ്ങൾക്ക് ചായവെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിനകത്തേക്ക് നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് മുടിയുടെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ കട്ടിയായിട്ട് വരുന്നതാണ്. ഇനി ഇത് കുളിക്കുന്നതിന് അരമണിക്കൂറെങ്കിലും മുന്നേ നമ്മൾ തലമുടിയിൽ അപ്ലൈ ചെയ്തിട്ട് തലയൊന്ന് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. മാക്സിമം അരമണിക്കൂറെങ്കിലും വെച്ചിരുന്നതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പറ്റുമെങ്കിൽ ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിനായിട്ട് കുറച്ച് ഉണങ്ങിയ ഇലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിയുടെ ഇല ഉണക്കിയതാണ്. അപ്പോൾ ഉണങ്ങിയ ഇല തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ എടുത്തിരിക്കുന്നത് 2 വെറ്റിലയാണ്. അതും ഉണങ്ങിയതാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉണങ്ങിയത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പച്ച ഇല എടുക്കാം. അതൊന്ന് ജസ്റ്റ് പാനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിരുന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നതാണ്. ഈ ഇല ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് തേങ്ങ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്.
നിങ്ങൾക്ക് തേങ്ങ ഗ്രേറ്റ് ചെയ്തതും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതിൻ്റെ കളറൊക്കെ നല്ല ബ്ലാക്ക് കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴത്തേനും ഇതിനകത്തുള്ള എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതുമാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ ഇവിടെ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവോളം കരിഞ്ജീരകമാണ്. അതൊന്ന് നല്ലപോലെ പൊട്ടി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലകളാണ്. വെറ്റിലയുടെയും ചെമ്പരത്തിയുടെയും ഇല. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിരുന്നാൽ മതി. അത് ബ്ലാക്ക് കളർ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കളറാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തേക്കിട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നല്ല ബ്ലാക്ക് കളറിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ തേങ്ങയിൽ നിന്ന് നല്ല എണ്ണമയം ഉണ്ട്. അത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിൽ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇതുപോലെ കയ്യിലൊന്ന് തടവിയതിന് ശേഷം നര ഉള്ള ഭാഗങ്ങളിൽ ഇതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ബ്ലാക്ക് കളറായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. നെറ്റിയുടെ സൈഡിലൊക്കെ കുറച്ച് നരയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. തുണിയിലോ കയ്യിലോ ഒന്നും പറ്റുകയില്ല. ആവശ്യം കഴിഞ്ഞതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. മാത്രമല്ല മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു കളർ നിലനിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുപോലെ എല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെയും കരിഞ്ജീരകത്തിൻ്റെയും ഒക്കെ എണ്ണമയം നല്ലപോലെ തന്നെ ഈ ഒരു കൂട്ടിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് നമുക്ക് വേറൊന്നും ചേർക്കാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പുറത്തോട്ടൊക്കെ പോകുന്ന ടൈമിൽ പെട്ടെന്ന് മുടിയൊന്ന് നര മാറ്റി എടുക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് പൊടിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒക്കെ ഇട്ടിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളം തന്നെ വേണമെന്നില്ല, സാധാരണ കഞ്ഞിവെള്ളം എടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. അതും അല്ലെങ്കിൽ നെയ്യും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പായ്ക്കായിട്ട് ഇവിടെ തയ്യാറാക്കുന്നത് കൊണ്ട് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കണം. കുറച്ച് ചൂടുള്ള വെള്ളമാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് മുടിയുടെ നര നമുക്ക് പെർമനൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നെയെങ്കിലും ഇത് മുടിയിൽ നരയുള്ള ഭാഗങ്ങളിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഉണങ്ങിയതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. കണ്ടിന്യൂ ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അകാല നര മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് വളരെയധികം. അപ്പോൾ അധികം നര വരുന്നതിന് മുമ്പേ 1-2 നരകളൊക്കെ അവിടെ ഇവിടെ കണ്ടുവരുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നര അധികമാകാതെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് വളർന്നു വരുന്ന മുടി ബ്ലാക്ക് കളറിൽ തന്നെ വരുന്നതാണ്. അപ്പം കൂടുതൽ കെമിക്കലൊന്നും അടങ്ങിയ ഡൈ ഒന്നും നര കാണുമ്പോൾ ചെയ്യാതെ ഇതുപോലെ ട്രൈ ചെയ്ത് സ്വാഭാവികമായിട്ടുള്ള കളറ് നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ടൈമില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം കുറച്ചധികം പൊടിച്ച് വെച്ചിരുന്നാൽ മതി. ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇതും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് മുടിയിൽ തേച്ച് കൊടുത്തിട്ട് ഉണങ്ങുന്നത് വരെ ഇട്ടതിന് ശേഷം കഴുകിയും കളയാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.